മനുഷ്യരറിയാൻ എന്ന പുസ്തകത്തിൽ മൈത്രേയൻ ഇടയ്ക്ക് പറയും, ഈ എഴുത്ത് മുഴുവൻ, ഈ ചിന്ത മുഴുവൻ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാനും ഈ ലോകം എന്താണ്, എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നറിയാനുമാണെന്ന്. വളരെ സരസമായ പുസ്തകമാണ്. ഞാൻ എന്താണ് എന്നതിനെടുത്ത ഒരു ദീർഘയാത്ര, അത് ഒരു ഭൂഗുരുത്വാകർഷണത്തിനെതിരായി പോകുന്ന സാറ്റലൈറ്റ് പോലെ ആയിരുന്നില്ലേ? ആ അനുഭവങ്ങളൊന്ന് പങ്കിടാമോ? ഞാൻ വളരെ ലോകത്തുറച്ച മനുഷ്യനാണ്, ഒരു സാറ്റലൈറ്റും അല്ല. ഈ ലോകമാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. അല്ലാതെ ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുന്ന യുക്തികളൊന്നും അല്ല ജീവിതത്തിന് വേണ്ടതെന്നും. ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന പ്രവൃത്തിയാണ് ലോകത്തിന് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങൾ ജീവിക്കാനുള്ളതാണ്, ഇവിടെ ജീവിക്കുന്നതാണ്, ഇവിടുന്ന് രക്ഷപ്പെടുന്ന യുക്തി അല്ല. പണ്ടുകാലത്തെ എല്ലാ ഫിലോസഫിയും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി അവർ മെനഞ്ഞുണ്ടാക്കിയതാണ്. അതെല്ലാം സാറ്റലൈറ്റിൻ്റെ മേളിലല്ല, വിക്ഷേപിക്കപ്പെട്ടു പോയിട്ടുള്ള എൻഡവർ പോലുള്ള സാധനങ്ങളാണ്. അത് തിരിച്ചു വരത്തില്ല, അതങ്ങ് പോകും. എന്താണ് ഇന്നത്തെ ഈ കുടുംബം ഇത്ര വലിയ പ്രശ്നവൽക്കരിക്കപ്പെടാൻ കാരണം? തെരഞ്ഞെടുപ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഗോത്രത്തിനകത്ത് ജീവിച്ചിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുകളുള്ളവർ തന്നെയായിരുന്നു മനുഷ്യർ. പക്ഷെ അതിനുശേഷം നമ്മളുണ്ടാക്കിയിട്ടുള്ള കാർഷിക കുടുംബത്തിനകത്ത് അതിനോട് ബന്ധപ്പെട്ട രാജഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരുടെ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടു പോയതാണ്. രണ്ടാമത് തെരഞ്ഞെടുപ്പുണ്ടായത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത വന്നപ്പോൾ നമ്മൾ രാജാവിനെ മാറ്റി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. പക്ഷെ ആ തിരഞ്ഞെടുക്കുന്ന സാധനം ഇതുവരെ ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്തേക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടെ ഇവിടെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെയും അങ്ങനത്തെ തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇപ്പോൾ എനിക്ക് കാണാം. എൻ്റെ ചുറ്റുപാടും മനുഷ്യരങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ വലിയ വില കൊടുത്തിട്ട് തന്നെയാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലനിൽക്കുന്ന കുടുംബം എന്ന് പറയുന്നത് ബോൺസായി പോലെ ആളുകളെ, അത് സ്ത്രീകളെ കൂടുതലും പുരുഷന്മാർക്കും അതേപോലെ തന്നെയുള്ള ശ്വാസം മുട്ടുന്ന അനുഭവമുള്ള ഒരു ഇമ്പവും ഇല്ലാത്ത കുടുംബമാണ് ഉള്ളത്. അതിന് പകരം സ്വതന്ത്രമായി ഇണകളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ആളുകളായി മാറണം. ഇപ്പോൾ ജയശ്രീ എന്നെ തിരഞ്ഞെടുക്കുന്നതിന് കഴിയുന്നത് ആ സ്ട്രഗിൾ ആരംഭിക്കുന്നത് വഴിയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലെ സ്ത്രീയും പുരുഷനും മാറി ഉണ്ടാക്കുന്ന പുത്തൻ കുടുംബങ്ങൾ ഇഷ്ടം കൊണ്ട് മാത്രം ഒന്നിച്ച് നിൽക്കണം, അല്ല നിയമം കൊണ്ടല്ല. പരസ്പരമുള്ള ഇഷ്ടത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്ന കുടുംബം ഉണ്ടാകണമെന്നുള്ള നിലപാടിലാണ് ജീവിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്.